ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ടോപ്പ് 5 ബെസ്റ്റ് റിസോഴ്സ് പാക്സ് ഫോർ മൈൻക്രാഫ്റ്റ് പോക്കറ്റ് എഡിഷൻ ലേറ്റസ്റ്റ് വെർഷനാണ് പറയാൻ പോകുന്നത്. അപ്പം ഇത് നമുക്ക് നോർമൽ സർവൈവൽ പ്ലേക്കും പിന്നെ PvPക്കും ഒക്കെ നല്ല ഉപകാരപ്പെടുന്ന കുറച്ച് റിസോഴ്സ് പാക്കാണ്. അപ്പം നമുക്ക് ആദ്യത്തെ പാക്കിലോട്ട് കടക്കാം. അപ്പം നമ്മുടെ ആദ്യത്തെ പാക്കാണ് സിയോ ബൂസ്റ്റ് അൾട്ടിമേറ്റ് വെർഷൻ 1.1. ഇതൊരു വളരെ നല്ല FPS ബൂസ്റ്റിംഗ് ഒപ്റ്റിമൈസർ പ്ലസ് നോ ലാഗ് മോഡ് പാക്കാണ്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വനില എക്സ് ഒപ്റ്റിമൈസർ വേറൊരു പാക്കാണ്. അത് ഇതിനൊക്കെ ഇച്ചിരി ബെറ്റർ ആണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ലെവൽ സെലക്ട് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ ഹാർഡായിട്ടുള്ള ഹെവി ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, ഇപ്പം ക്യാമ്പ് ഫയർ സ്മോക്സ് അതുപോലത്തെ പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മാത്രം കളയുന്നൊരു പ്രത്യേക തരത്തിൽ ടൈപ്പ് FPS ബൂസ്റ്റ് പാക്കാണിത്. അപ്പം ഇത് ഞാനിപ്പോൾ ഫുൾ സെറ്റിംഗ് ആണ് ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ കാണാം. അപ്പോഴും ഞാൻ അതിൻ്റെ പ്രത്യേകതകൾ കാണിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ എൻ്റെ ഗെയിം നല്ല സ്മൂത്താണ്. ഞാൻ എന്തെങ്കിലും പൊട്ടിക്കുകയാണെങ്കിൽ അതിന് ആനിമേഷൻ ഇല്ല. അപ്പോൾ എനിക്ക് ഈസി ആയിട്ട് ഇത് കാണാം. ഞാൻ ചെസ്റ്റ് പൊട്ടിക്കുകയാണെങ്കിൽ അകത്തുള്ള സാധനങ്ങളും പോയി. പിന്നെ ഇത് നമ്മൾ നേരത്തെ ഞാൻ എൻ്റെ ആദ്യത്തെ സീക്രട്ട് സെറ്റിങ്സ് എന്ന് പറഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കിയ അതേ ആ മാപ്പ് തന്നെയാണ്. കാരണം എനിക്ക് വേറെ ഈ മാപ്പ് എല്ലാ വെർഷനിലും കറക്റ്റായിട്ട് വർക്കാവും. എത്ര പുതിയത് കറക്റ്റ് ഏത് വെർഷനിൽ ഇട്ടാലും ഇത് വർക്കാവും. പക്ഷെ ഒത്തിരി പഴയത് പറ്റില്ല. അറ്റ്ലീസ്റ്റ് 21.3 ഉയരത്തിലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിവിടെ ഓരോ സാധനങ്ങൾ പ്ലേസ് ചെയ്യുന്നു, ബ്രേക്ക് ചെയ്യുന്നു. ഒരു ആനിമേഷനും ഇല്ല. ഞാനിപ്പോൾ പിഗിനെ അടിക്കുകയാണെങ്കിലും ആ റെഡ് കളറേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ക്രിട്ടിക്കൽ ഹിറ്റിന് മാത്രം പാർട്ടികൾ കൊടുത്തിട്ടുണ്ട്, കാരണം അത് ആവശ്യമുള്ള സാധനമാണ്. പിന്നെ ഞാൻ ഈ പാക്ക് അങ്ങനെ കൂടുതൽ PvPക്കല്ല ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ വെറും എൻ്റെ ലാഗ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ വേറെ കാര്യങ്ങളും എടുത്ത് കാണിക്കാം. സ്ട്രെങ്ത് പോർഷൻ എടുക്കാം, നമുക്ക് സ്പ്ലാഷ് പോർഷൻസ് എടുക്കാം, റീജനറേഷൻ, DK, വിതർ 2. പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാം. വിൻ ചാർജസ് എടുക്കാം, ഫയർ എടുക്കാം. ഇത് FPS മാത്രം ബൂസ്റ്റ് ചെയ്യാനുള്ള സാധനമാണ്, വേറെ ഒന്നുമില്ല ഇതിൽ. ഇപ്പം നമുക്കിവിടെ കാണാം ആനിമേഷൻ ഒന്നുമില്ല. നമ്മൾ എത്ര പോർഷൻ അറിഞ്ഞാലും ഇവിടെ ഒരു ആനിമേഷനും കാണിക്കത്തില്ല. ഇപ്പം കണ്ടോ, ഒരു ആനിമേഷനും ഇല്ല. അത് നിങ്ങളുടെ FPS ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഫയർ നിങ്ങൾക്ക് കാണാൻ നല്ല ലോ ഫയറാണ്. ഫയറിനൊരു ആനിമേഷനും ഇല്ല. ഫയറും വളരെ ലോ ആണ്. താഴെ ഒരു ചെറുതായിട്ട്, ഇവിടെ ഒരു ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാം. താഴെ എൻ്റെ ഹോട്ട് ബാറിൻ്റെ അവിടെ ഒരു ചെറിയ തീ പോലെയുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് PvPക്ക് നല്ലതാണ്. പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സർവൈവലി കളിക്കുക. നിങ്ങളുടെ ഫോൺ ഭയങ്കര ലോ എൻഡ് ഡിവൈസസ് ആണെങ്കിൽ ആ ഫോണിന് വേണ്ടി ഇത് ബെസ്റ്റ് മോഡ് പാക്കാണ്. ഇതിൻ്റെ എല്ലാ ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും. പിന്നെ 2-3 എണ്ണത്തിൻ്റെ ലിങ്ക്സ് ചിലപ്പോൾ എനിക്ക് ഇടാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഞാൻ എങ്ങനെ എവിടെ നിന്ന് കിട്ടണമെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത മോഡ് പാക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റിസോഴ്സ് പാക്കാണ് ജാവ ആനിമേഷൻസ് വെർഷൻ 2.5. ഇത് ആംബിയറ്റ് എന്ന് പറഞ്ഞ് ഒരാൾ ക്രിയേറ്റർ ഉണ്ടാക്കിയ മോഡ് പാക്ക് അല്ല, ഇത് റിസോഴ്സ് പാക്കാണ്. ഇത് വെർഷൻ 21.21.0 തൊട്ടുള്ള ഇതിനെല്ലാം ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് സാധാരണ നമ്മുടെ നോർമലി ഇങ്ങനെ നമ്മൾ നടക്കുമ്പം, നമ്മൾ ചാടുമ്പോൾ നമ്മളൊരു ഫ്ലോട്ട് ചെയ്യുന്നൊരു ടൈപ്പായിരിക്കും എപ്പോഴും വരുന്നത്. പക്ഷെ അത് വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. അതുകൊണ്ട് ഈ മോഡ് പാക്ക് നമ്മുടെ റണ്ണിങ് എക്സ്പീരിയൻസ് ജാവ പോലെയാക്കും. നമ്മൾ റൺ ചെയ്തിട്ട് ജമ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഞാൻ ഓടുകയാണ്, അല്ല മറ്റേ ഫ്ലോട്ട് ചെയ്യുന്ന പോലെ ആവുന്നില്ല. ഞാൻ കറക്റ്റ് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എൻ്റെ കാലുകൾ മൂവും ചെയ്യുന്നുണ്ട് കറക്റ്റായിട്ട്. അപ്പം മിക്കവാറും ഉള്ള ഓക്കെ, ഇപ്പോൾ അത് മാറി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പം കണ്ടോ, ഇപ്പോൾ ഇത് ഫ്ലോട്ട് ചെയ്യുന്ന പോലെയായി. അപ്പോൾ ഇത് വളരെ അഴുക്കാണ്. അപ്പോൾ നമ്മൾ റൺ ചെയ്തുകൊണ്ട് സ്പ്രിൻറ്റ് ചെയ്തുകൊണ്ട് ജമ്പ് ചെയ്യുമ്പോൾ ഇത് വർക്കാവും. അപ്പോൾ എനിക്കിതിഷ്ടം. കാരണം നമ്മൾ സാധാരണ വീഡിയോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്പീഡ് റൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഓടുന്ന കാണുമ്പോൾ അതൊരു രസമില്ല, ഒരു സുഖമില്ല. അപ്പോൾ ഈ റിസോഴ്സ് പാക്ക് അതിനെ മാറ്റും. പക്ഷേ ഈ റിസോഴ്സ് പാക്കിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ മൗണ്ട്സ് ഓഫ് മേഹം, ആ
അപ്ഡേറ്റ് തൊട്ടുള്ളതല്ല ഇത്, അതിൻ്റെ നേരത്തെയുള്ള അപ്ഡേറ്റ്. അതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ എൻ്റെ കൈ സ്പീർ പിടിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഫസ്റ്റ് പേഴ്സൺ മോഡിനകത്ത് ആ സ്പീറിനെ കാണത്തില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. അപ്പം നിങ്ങൾ സ്പീർ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഇതൊരു വളരെ നല്ല റിസോഴ്സ് പാക്കാണ്, തീർച്ചയായും ഉപയോഗിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഞാനും ഇത് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സ്പീറിൻ്റെ പ്രശ്നം കുറച്ച് ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പാണ് അറിഞ്ഞത്. അതുകൊണ്ട് ഞാനത് നിങ്ങളെ ഹൈലൈറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത മോഡ് പാക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പാക്കാണ് സ്റ്റൈൽ UI സ്റ്റാൻഡ് അലോൺ ക്വിക്ക് മൂവ്. നമുക്ക് സാധാരണ അറിയാം, നമ്മൾ നോർമലായിട്ട് ചെസ്റ്റിൽ നിന്ന് എവിടെ നിന്ന് സാധനം, ചെസ്റ്റിൻ്റെ അകത്ത് നിന്ന് സാധനം എടുക്കുമ്പോൾ നമുക്ക് ഓരോ ഐറ്റത്തിൽ ക്ലിക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഞാൻ ചെസ്റ്റിൽ നിന്ന് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇനി നമുക്കൊരു ചെസ്റ്റ് ഉള്ളൊരു വീട് കണ്ടുപിടിക്കണം. ഈ വീട്ടിൽ കാണും. ഓക്കെ, ഞാൻ ഇവിടുത്തെ ചെസ്റ്റ് പൊട്ടിച്ചു അല്ലേ. അപ്പം നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്തിനെ ഞാൻ കണ്ടു. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് കയറി അവൻ്റെ ചെസ്റ്റ് തന്നെ തുറക്കാം. ഓക്കെ, നല്ല റേഞ്ച് ഉണ്ട്. ഓക്കെ ടാറ്റാ. അപ്പം ഇപ്പോൾ എൻ്റെ പൊട്ടാറ്റോ. അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് തുറന്നു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാം ക്വിക്ക് മൂവ്. ഇപ്പം സാധാരണ എല്ലാവരും OTG പ്ലെയറും അല്ലായിരിക്കും, ഒത്തിരി ഒരു PC പ്ലെയറും അല്ലായിരിക്കും. അപ്പോൾ കൂടുതലും മൊബൈൽ പ്ലെയേഴ്സ് ആയിരിക്കും പോക്കറ്റ് എഡിഷൻ കളിക്കുന്നത്. അപ്പോൾ അവർക്കാണെങ്കിൽ ചെസ്റ്റിൽ നിന്ന് ഓരോ സാധനം, ഇപ്പം ഞാൻ മൗസിൽ നിന്ന് എടുക്കുമെന്ന് എനിക്ക് ഓരോ സാധനം ഇങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ പ്ലേയേഴ്സ് ഇങ്ങനെ എടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം എടുത്ത് ഇങ്ങനെ വെക്കേണ്ടി വരും. പക്ഷേ ഈ ക്വിക്ക് ഇപ്പം ഞാൻ ഇതിങ്ങനെ ഇരിക്കുക, എനിക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാനേക്കാളും ഇപ്പം നമ്മൾ സാധാരണ ഒരു മൊബൈൽ പ്ലെയർ ടച്ച് സ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ ഈ ബട്ടനെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതെല്ലാം പെട്ടെന്ന് നമ്മുടെ ഇൻവെൻ്ററിക്കകത്തോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പം എനിക്ക് വേണ്ട സാധനമെല്ലാം എനിക്കിങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ, കണ്ടോ, ഭയങ്കര ഫാസ്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഞാൻ എന്ത് ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കൈ വാർസ് കളിക്കുന്നവർക്കും വളരെ ഉപകാരപ്പെട്ട ഒരു സാധനമാണ്. ഇത് ഞാൻ ചിലപ്പോൾ ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കാരണം ഞാൻ എപ്പോഴും OTG വെച്ച് കളിക്കാറില്ല. കാരണം അത് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ഇച്ചിരി ഡ്രെയിൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ കൂടുതലും ടച്ച് സ്ക്രീനിൽ വീഡിയോ ഉണ്ടാക്കാത്തപ്പോഴും PvP ചെയ്യാത്തപ്പോഴും ചുമ്മാ സർവൈവലിൽ കളിക്കുമ്പോൾ ഞാൻ ടച്ച് സ്ക്രീനിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ഈ പാക്ക് എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പം നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് റിസോഴ്സ് പാക്കാണ് സൈഡ് ടൂൾ ടിപ്സ്. ഇപ്പം നമുക്ക് സാധാരണയായിട്ട് അറിയാം, അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പോൾ നമുക്ക് സാധാരണ തന്നെ അറിയാം, നമ്മൾ മിക്കപൂർവ്വം എന്തെങ്കിലും എൻചാൻമെൻ്റ് ഉള്ളതോ അല്ലെങ്കിൽ ഒത്തിരി എൻചാൻമെൻ്റ് ഉള്ള എന്തെങ്കിലും ഒരു സോഡോ ഷീൽഡോ എന്തെങ്കിലും, ഷീൽഡിലില്ലല്ലോ, ഹേ ബോയ്. അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുമ്പം അത് മിക്കപൂർവ്വം ഇങ്ങനെ നമ്മളിപ്പോൾ ഞാൻ ഇൻവെൻ്ററി തുറന്നു, എനിക്ക് എന്തെങ്കിലും സാധനം വേണം. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാനിവിടെ വെച്ചു, അതെനിക്കിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇത് വളരെ ഇറിറ്റേറ്റിംഗ് ആണ്. പക്ഷെ ഇതിനെ മാറ്റാൻ വേണ്ടിയുള്ളൊരു നല്ല റിസോഴ്സ് പാക്കാണ്. ഇതാണ് നിങ്ങളുടെ റിസോഴ്സ് പാക്ക് ഉപയോഗിക്കുമ്പം നിങ്ങളുടെ ഇവിടെ വരുന്ന സാധനത്തിന് നിങ്ങൾക്ക് സൈഡിൽ ഇവിടെയോ വല്ലതും ആക്കാം. അതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ വർക്കാവാത്തതെന്ന്. കാരണം ഇത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ടോപ്പ് റൈറ്റ് വേണോ, ടോപ്പ് ലെഫ്റ്റ് വേണോ, ഡൗൺ ലെഫ്റ്റ് വേണോ, അല്ലെങ്കിൽ ഡൗൺ റൈറ്റ് വേണമെന്ന്, അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ക്രിയേറ്റീവ് മോഡിൽ വർക്കാവത്തില്ല. അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു ചെറിയ പ്രശ്നം. ഇത് നിങ്ങൾക്ക് സർവൈവൽ മോഡിൽ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ക്രിയേറ്റീവ് മോഡായതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. അപ്പം നിങ്ങളിത് ഡൗൺലോഡ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വർക്കാവുന്നുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് അവസാനത്തെ പാക്കിലോട്ട് പോവാം. അപ്പോൾ അവസാനത്തെ പാക്കാണ് നമ്മുടെ അവസാനത്തെ പാക്കാണ് ഈ വീഡിയോൻ്റെ ക്രോസ് ഹെയർ ഇൻഡിക്കേറ്റർ വെർഷൻ 1.0.2. ഈ ക്രോസ് ഹെയർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഏതെങ്കിലും മോബിനെയോ എന്തെങ്കിലും നോക്കുമ്പോൾ നമുക്ക് ഇപ്പം PvP ആണെങ്കിലും അവൻ ഇത്ര ദൂരെയാണ് നമുക്ക് അടിക്കാൻ പറ്റും, നമുക്ക് കറക്റ്റ് അങ്ങനെ മസിൽ ബ്രെയിൻ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ മോസ്റ്റ് പ്ലേയേഴ്സ് ലൈക്ക് ഡ്രീം അവരൊക്കെ, അല്ലെങ്കിൽ UZ MZ അവരൊക്കെ അല്ലെങ്കിൽ അത് അവർക്ക് കാണാപ്പാടമായിട്ട് അറിയാം. പക്ഷെ നമ്മളെപ്പോലത്തെ നോർമൽ പ്ലെയേഴ്സിന് അത് പറ്റില്ല. അപ്പോൾ ഈ ക്രോസ് ഹെയർ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഈ പാക്ക് അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ അടുത്തൊരു ഷീപ്പുണ്ട്. ഞാൻ ഇവിടെ വേറെ ഏതെങ്കിലും സൈഡിൽ നോക്കുവാണെങ്കിൽ എൻ്റെ കണ്ടോ ക്രോസ് ഹെയർ വെളുത്താണ് ഇരിക്കുന്നത്. പക്ഷെ ഞാനിപ്പോൾ ആ ഷീപ്പിനെ അടിക്കാൻ പറ്റുന്ന റേഞ്ച് ഇച്ചിരി കൂടെ ദൂരെ പോകാമെങ്കിൽ എനിക്ക് അതിനെ അടിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ ഷീപ്പിനെ അടിക്കാൻ പറ്റുന്ന അത്രയും റേഞ്ചിൽ പോകുന്നത് ഇത് റെഡ് കളറാവും. എന്ന് വെച്ചാൽ എനിക്ക് ആ റെഡ് കളറാകുന്ന സൈഡിൽ വെച്ച് അടിക്കാം. ഇപ്പം ഞാൻ റെഡായി എനിക്ക് അടിക്കാം.
ഇത് എന്ന് വെച്ചാൽ ഇത് റെഡ് ആകുമ്പോൾ തന്നെ നമുക്ക് അടിക്കണമെന്നില്ല. ഇപ്പം നമ്മൾ ഒത്തിരി അടുത്താന്നേലും ഇത് ഇല്ലാതെയും പറ്റും. ഇതിപ്പോൾ ഞാൻ ക്രിയേറ്റീവ് മോഡ് ആയതുകൊണ്ട് എനിക്ക് അത്രയും ദൂരെ നിന്ന് അടിക്കാൻ പറ്റുന്നത്. അപ്പോൾ സർവൈവൽ ഇത് കറക്റ്റ് അതേ കാണിക്കുന്നുള്ളൂ. നമുക്ക് അടിക്കാൻ പറ്റുന്ന ആ നോർമൽ മൈൻക്രാഫ്റ്റ് റേഞ്ചിലെ ആകുമ്പോഴേ ഇത് ഗ്ലോ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇതൊരു ഹാക്ക് ഒന്നും അല്ല നമുക്ക് ദൂരെ നിന്ന് അടിക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഈ വേണ്ടാത്ത സാധനങ്ങളെല്ലാം കളയാം. ഓക്കെ, എനിക്ക് ടോട്ടോടെ നിന്ന് കിട്ടി. പിന്നെ ഞാൻ വിൻ ചാർജിന് മറ്റേ കാണിച്ചില്ലല്ലേ, ഇതിലും പാർട്ടിക്കിൾസ് ഒന്നുമില്ല. ഇത് PvPക്ക് നല്ലതാണ്, പക്ഷെ ഞാൻ ഇത് അത്ര ഉപയോഗിക്കാറില്ല. ഞാൻ എൻ്റെ ഡിഫോൾട്ട് സെറ്റിംഗ് ഉപയോഗിക്കുന്നത്, എന്ന് വെച്ചാൽ ഹെവി മാത്രം കളയുന്നേ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 10 ആണ്. കാരണം റീസെൻ്റ്ലി എൻ്റെ സബ്സ്ക്രൈബേഴ്സ് 19 ആയിട്ടുണ്ട്. ഫോർ വാച്ചിങ് ടിൽ ദെൻ, ബൈ ബൈ.